ബ്രേക്കിംഗ് ന്യൂസ്, നിസാൻ മാഗ്നൈറ്റ് നമ്മുടെ UAE-യിലും GCC-യിലാകെയും എത്തിയിരിക്കുന്നു. അതാരാണെന്ന് ചോദിച്ചാൽ നിസാൻ്റെ ഏറ്റവും പുതിയ എൻട്രി ലെവൽ ഏർബൻ ക്രോസ് ഓവറാണ്. അപ്പോൾ നിങ്ങളെന്നോട് ചോദിക്കും, നിസാൻ കിക്സോ? നിസാൻ കിക്സ് അടുത്തിടെയാണ് ഏറ്റവും പുതിയ അവരുടെ ജനറേഷൻ അവതരിപ്പിച്ചത്. വളർന്നിരിക്കുന്നു. അത് കാർ സൈസിൽ മാത്രമല്ല, എൻജിൻ സൈസിലും. അങ്ങനെയാണ് എൻട്രി ലെവൽ SUV ആയി ചാർജ് എടുക്കാൻ നിസാന് പുതിയൊരാളെ ആവശ്യം വന്നത്. അതാണ് നിസാൻ മാഗ്നൈറ്റ്. ഗ്ലോബൽ പ്രീമിയർ എന്ന സമയത്ത് ഞാനും ഉണ്ടായിരുന്നു. ആൾ ചെറുതാണെങ്കിലും ആംബിഷൻസ് വലുതാണ്. 65 രാജ്യങ്ങളെയാണ് നിസാൻ മാഗ്നൈറ്റ് ലക്ഷ്യമിടുന്നത്. അവർ പാക്കേജ് ഹാസ് അറൈവ്. ഒരു ഏർബൻ ക്രോസ് ഓവർ ആയതുകൊണ്ട് തന്നെ ഡിസൈൻ വളരെ ബോൾഡാണ്. വീതിയേറിയ ഡ്യുവൽ ടോൺ ഗ്രിൽ, ഒഴുകി നടക്കുന്നത് പോലെയുള്ള സ്കിഡ് പ്ലേറ്റ്സ്, ഫ്ലോട്ടിംഗ് സ്കിഡ് പ്ലേറ്റ്സ് എന്നാണ് അവർ വിളിക്കുന്നത്. പിന്നെ LED അസംബ്ലി ആണെങ്കിൽ വളരെ അഡ്വാൻസ്ഡ്. ഹെഡ്ലൈറ്റ്സ് ബൈ പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഡിമ്മായാലും ബ്രൈറ്റ് ആയാലും ഷാർപ്പാണ്. അതുപോലെ ഒരു L-ഷേപ്ഡ് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ്. പിന്നെ ആ ഹെഡ്ലാമ്പ്സിന് മുകളിൽ നീണ്ടിരിക്കുന്ന ഒരു ടേണിംഗ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് അവർ വിളിക്കുന്നത് ലൈറ്റ് സേബർ ഡിസൈൻ എന്നാണ്, സ്റ്റാർ വാർസിലേക്ക് പോലെ. 16 ഇഞ്ച് അലോയ് വീൽസ്, രസമുള്ള ഒരു റിയർ ലിപ്പ് സ്പോയിലർ. പിന്നെ ആ റൂഫ് റെയിൽസ് കാണാൻ രസമുണ്ടെന്ന് മാത്രമല്ല, 50 കിലോഗ്രാം വരെ ഭാരം വഹിക്കാനും അതിന് പറ്റും. പുറകിലുള്ള LED ലൈറ്റ് ഡിസൈനിലും ഒരു 3D ഹണികോം ഡിസൈൻ ഉണ്ട്, രസമുണ്ട്. 4 മീറ്ററിൽ താഴെ മാത്രം നീളമുള്ള ഒരു കോമ്പാക്റ്റ് ക്രോസ് ഓവറിനെ സ്പേഷ്യസ് ആക്കുന്നത് 2.5 മീറ്റർ നീളമുള്ള വീൽ ബേസ് ആണ്. അതിൻ്റെ ഗുണം ഉള്ളിൽ ലെഗ് റൂമിലും കാണാം, ബൂട്ട് സ്പേസിലും കാണാം. ക്ലാസ് ലീഡിംഗ് ലെഗ് റൂമാണ്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് ലോഡിംഗ് ഫ്രെയിമിൽ നിന്ന് താഴോട്ട് കുറച്ച് ആഴത്തിലാണ് ആ സ്പേസ്. അതുകൊണ്ട് തന്നെ കുറേ കൂടെ നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വെക്കാനും പറ്റും. അതുപോലെ കൂടുതൽ സ്പേസുമുണ്ട്. 336 ലിറ്റർ ബൂട്ട് സ്പേസിനെ 690 ആക്കാൻ ആ സെക്കൻഡ് റോ സീറ്റ്സ് മറിച്ചിട്ടാൽ മതി. പുറത്തു നിന്ന് അകത്തേക്ക് കിടന്നാലും ഇതിൻ്റെ ഡിസൈനിൻ്റെ ബോൾഡ് ക്യാരക്ടർ തുടരുന്നു. അതിന് ഒരു കണ്ടിന്യൂറ്റി കൊടുക്കുന്ന ഒരു ജോമെട്രിക് ഷേപ്പുണ്ട്, ഹെക്സഗൺ. അതായത് ഫ്രണ്ടിൽ ഗ്രില്ലിൻ്റെ ആ ഒരു ഉള്ളറകളിലെ പാറ്റേൺ എടുത്താലും പുറകിലുള്ള ലൈറ്റ്സിലെ ഹണികോം ഷേപ്പ് എടുത്താലും കാണുന്ന അതേ പാറ്റേൺ ആണ് ഉള്ളിലെ ഡാഷ്ബോർഡ് ഡിസൈനിലായാലും അതുപോലെ ഡോർ സൈഡിലുള്ള സ്പീക്കേഴ്സിലെ ഡിസൈനിലായാലും എയർ കണ്ടീഷനിങ് വെൻറ്റിലുള്ള ഷേപ്പായാലും അതുപോലെ തന്നെ ആ സീറ്റിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന ആ പാറ്റേണിലും ഒക്കെ കാണുന്നത് ഇതേ ഹെക്സഗണാണ്. ആ ബോൾഡ് ക്യാരക്ടറിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ബോൾഡ് കളേഴ്സാണ്. ഇൻഫാക്റ്റ് ആദ്യമായിട്ടാണ് നിസാൻ ഒരു ട്രൈ ടോൺ ക്യാബിൻ കൊണ്ടുവരുന്നത്. ആ ഒരു സീറ്റ്സിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ആ സൺറൈസ് ഓറഞ്ച് കളർ, അതുപോലെ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഡാർക്ക് ഗ്രേ ബ്ലാക്ക് കൈൻഡ് ഓഫ് കളർ, പിന്നെ സ്റ്റിച്ചിങ്ങിലുള്ള ഒരു കൂൾ ബ്ലൂ, ആകെ മൊത്തം വെരി നൈസ്. ആ സിന്തറ്റിക് ലെതർ സീറ്റ്സിന് ഒരു പ്രീമിയം ടച്ച് കൊടുക്കുന്നത് അതിലെ ക്വിൽറ്റഡ് ഡിസൈനാണ്. അതായത് ഈ പ്രീമിയം ആഡംബര സോഫകളിലും കാറുകളിലും ഒക്കെ കാണുന്ന ഒരു തരം ഡിസൈൻ. മാത്രമല്ല, എവിടെ നോക്കിയാലും കൈ എത്തുന്നിടത്തെല്ലാം സോഫ്റ്റ് ടച്ച് ലെതററ്റ് മെറ്റീരിയൽസ് ആണ്. ഒരു പുത്തൻ എർബൻ ക്രോസ് ഓവറിലെ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞാൽ പുതിയ തലമുറ ഉറ്റുനോക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒന്നാമത് ഡ്രൈവറിൻ്റെ ആ TFT സ്ക്രീനിലുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് കോൺഫിഗർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പല ലുക്സ് ഉണ്ട്, കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ ഒരു 8 ഇഞ്ച് ഫ്ലോട്ടിംഗ് സ്ക്രീൻ, എങ്ങും തൊടാതെ നിൽക്കുന്നത് പോലെയുള്ള ഒരു സ്ക്രീൻ എന്ന് തോന്നുന്ന ഒരു സ്ക്രീനാണ്, ടച്ച് സ്ക്രീനാണ്. അതിൽ നമുക്ക് ആവശ്യമുള്ള സംഗതികളെല്ലാം ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാമെന്നുള്ളതുകൊണ്ട് നമുക്ക് ഫോണിലുള്ള മ്യൂസിക് ആയാലും മാപ്സ് ആയാലും ആവശ്യമുള്ള സംഗതികളൊക്കെ സ്ട്രീമിങ് ചെയ്യാം. പിന്നെ വയർലെസ് ചാർജറുണ്ട് ടോപ്പ് ട്രിമിൽ. പുറകിൽ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ A ടൈപ്പ് ആൻഡ് C ടൈപ്പ് USB പോർട്സ് ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ് ആണ്. നമ്മളെപ്പോലുള്ള സിറ്റി ഡ്വെല്ലേഴ്സിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഉണ്ട്. എയർ കണ്ടീഷനിങ്ങിൻ്റെ കൂടെ വരുന്ന ഓട്ടോമാറ്റിക് അയണൈസർ. നമ്മളൊന്നും ചെയ്യേണ്ട, AC ഓൺ ആകുമ്പോൾ അയണൈസറും ഓൺ ആകും. അതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് സിറ്റി ക്വാളിറ്റി പൊല്യൂട്ടഡ് എയറിനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് ഫോറസ്റ്റ് ക്വാളിറ്റി എയർ ആക്കുന്ന പരിപാടി. നിസാൻ മാഗ്നൈറ്റിൻ്റെ ക്യാബിൻ ഡിസൈനിൽ കരുതലിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളമാണ്. ആ കോക്പിറ്റ് തന്നെ നോക്കൂ. അതായത് ഡ്രൈവർക്ക് സ്ട്രെച്ച് ചെയ്യാതെ തന്നെ കൈയെത്തുന്ന രീതിയിലാണ് കൺട്രോൾസ് എല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ റിയർ വ്യൂ മിറർ, അതിന് ഫ്രെയിം ഇല്ല, അതുകൊണ്ട് തന്നെ കുറേ കൂടെ വീതിയുള്ളൊരു വ്യൂ കിട്ടും. പിന്നെ ഗ്ലവ് ബോക്സ്, അതായത് നമ്മുടെ ഡാഷ്ബോർഡിലെ സ്റ്റോറേജ് ബോക്സ്, അത് നല്ല സ്പേഷ്യസ് ആണെന്ന് മാത്രമല്ല അതിലൊരു വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കൂളറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ
ഒരു എക്സ്ട്രാ മൊബൈൽ വയ്ക്കണമെങ്കിൽ, ആ വയർലെസ് ചാർജർ അല്ലാതെ എക്സ്ട്രാ മൊബൈൽ വയ്ക്കണമെങ്കിൽ അതിനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ചൂടത്ത് നമ്മുടെ മനസ്സ് കുളിർപ്പിക്കുന്ന ചില ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന്, റിമോട്ട് എൻജിൻ സ്റ്റാർട്ട്. നമുക്കറിയാം, പുറത്തു നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് AC ഓണാക്കി നിർത്തി നമ്മൾ കയറുമ്പോഴേക്കും കുറച്ച് തണുത്തിട്ടുണ്ടാവും. പിന്നെ പുറകിൽ AC വെൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വെൻറ്റിലേറ്റഡ് ഗ്ലവ് ബോക്സ് ആണ്. പക്ഷേ ഇതിലൊക്കെ എടുത്ത് നിൽക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ മോഡ്യൂറ ക്വിൽറ്റഡ് ലെതർ സീറ്റ്സിലുള്ള ഹീറ്റ് ഗാർഡ് ടെക്നോളജിയാണ്. അതായത് ഇതിലൊരു കോട്ടിംഗ് ഉണ്ട്. UV റേസിനെ അകറ്റി നിർത്തി ഹീറ്റ് റിറ്റൻഷൻ 10% കുറയ്ക്കാൻ കഴിയുന്ന ഒരു കോട്ടിംഗ്. അതായത് നമ്മൾ നല്ല ചൂടുള്ളൊരു ദിവസം അകത്ത് കയറുമ്പോൾ സീറ്റിൻ്റെ ചൂട് അത്ര കണ്ട് കുറഞ്ഞിരിക്കും. ബൈ ദ വേ, നമ്മുടെയൊക്കെ മടി മനസ്സിലാക്കുന്ന ഒരു ഫീച്ചർ പറയാൻ മറന്നു. ഓട്ടോമാറ്റിക് ലോക്കിംഗ് ആൻഡ് അൺലോക്കിംഗ്. പോക്കറ്റിൽ കീ ഉണ്ടാകണമെന്നേ ഉള്ളൂ. നമ്മൾ അടുത്തെത്തുമ്പോഴേക്കും തനിയെ ഓപ്പൺ ആവും, നടന്നകലുമ്പോൾ തനിയെ ലോക്കാവും. ഇതൊരു ലൈറ്റ് ആൻഡ് കോമ്പാക്ട് വെഹിക്കിൾ ആണെങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല. സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിക്കായി റീഇൻഫോഴ്സ്ഡ് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6 എയർ ബാഗ്സ് ഉണ്ട്. അത് എല്ലാ വേരിയൻറ്റിലും സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സ് ഉണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം, 4 ക്യാമറ ഫീഡിൽ നിന്ന് ടോപ്പ് ആംഗിൾ വ്യൂ കൂടി നൽകുന്ന അറൗണ്ട് വ്യൂ മോണിറ്റർ. 40 സേഫ്റ്റി ഫീച്ചേഴ്സാണ് നിസാൻ കൗണ്ട് ചെയ്തിരിക്കുന്നത്. അത് ടോപ്പ് ട്രിമിൽ എത്തുമ്പോഴേക്കും 65. ഇനി നിസാൻ മാഗ്നൈറ്റിൻ്റെ പവർ ഹൗസിനെ പറ്റി. സെഗ്മെൻറ്റ് ലീഡിംഗ് ടോർക്ക് നൽകുന്ന ഒരു 1 ലിറ്റർ ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ്. അത് 99 ഹോഴ്സ് പവറും 152 ന്യൂട്ടൺ മീറ്റർ ടോർക്കും നൽകുന്നതുകൊണ്ട് തന്നെ പവറിനെങ്ങും ഒരു ക്ഷാമവും വരാൻ വഴിയില്ല. മാത്രമല്ല, നിസാൻ പ്രോമിസ് ചെയ്യുന്നത് 17.3 km/L ആണ് ഫ്യൂവൽ ഇക്കോണമി. റൈഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് സസ്പെൻഷൻ സെറ്റിംഗ്സും ക്ലാസ് ലീഡിംഗ് തിക്നെസ് ഓഫ് ഗ്ലാസും കൂടെ ചേർത്താൽ ഒരു കാം ആൻഡ് കംഫർട്ടബിൾ റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ചെന്നൈയിലെ നിസാൻ്റെ ടെസ്റ്റ് ട്രാക്കിൽ മാഗ്നൈറ്റുമൊത്ത് ചെലവഴിച്ച സമയം അതുതന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ UAE റോഡ്സിൽ എക്സ്റ്റെൻസീവ് ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞൊരു ഫുൾ റിവ്യൂ ഉടനെ കൊണ്ടുവരുന്നുണ്ട്, കാത്തിരിക്കുക. കളർ കൊള്ളാമല്ലേ, ക്ലാസിക് ഗ്രേ. പക്ഷേ ഇതൊരു യങ് ആൻഡ് ഡൈനാമിക് കാർ ആയതുകൊണ്ട് തന്നെ ഇവരൊരു ബ്രൈറ്റ് ആൻഡ് ബോൾഡ് കളർ കൊണ്ടുവന്നിട്ടുണ്ട്, ഫ്ലെയിമിംഗ് ഓറഞ്ച്. കണ്ടു നോക്കണം. പിന്നെ 3 ട്രിംസിലായിട്ട് 13 കളേഴ്സിൽ നിസാൻ മാഗ്നൈറ്റ് അവൈലബിൾ ആണ്. വില 59,900 മുതൽ 71,900 വരെ. നിസാന്റെ പുതിയ എൻട്രി ലെവൽ SUV looks good, looks great on paper, including the price. Now wait for the full review.